ഫിലിം ചേംബറിന്റെ യോഗം കൊച്ചിയിൽ നടക്കുകയാണ്. സൂചനാ പണിമുടക്കിന്റെ തീയതി ഇന്ന് തീരുമാനിച്ചേക്കും. സമരത്തിൽ നിന്നും അകലം പാലിച്ചു നിൽക്കുകയാണ് ഫെഫ്കയും താരസംഘടനയായ AMMAയും. സിനിമാ സമരം ഒഴിവാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഫിലിം ചേംബർ സെക്രട്ടറി സജി നന്ദിയാട്ട് പറഞ്ഞു. ഗവൺമെന്റ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമരത്തിലേക്ക് പോകരുത്, പോകുന്നതിന് മുമ്പ് ഞങ്ങളുമായി ചർച്ച ചെയ്യണം. അപ്പോൾ ഇന്ന് അത് തീരുമാനിക്കും. സമരം വേണോ വേണ്ടയോ, ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് പോകണോ. പക്ഷേ ഈ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ഡിമാൻഡുകളും നേരത്തെ പലവട്ടം ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ളതാണ്. ഇത് പുതിയതായ ഒരു ഡിമാൻഡ് അല്ല. അപ്പോൾ അതേക്കുറിച്ചുള്ള ചർച്ച നടക്കും. സമരം വേണോ വേണ്ടയോ എന്നതിനെ കുറിച്ച് ചർച്ച നടക്കും. ഇനി വേണമെങ്കിൽ എന്നാണ് ദിവസം സൂചനാ പണിമുടക്ക്, ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ സജി നന്ദിയാട്ട് പറയുന്നു സർക്കാർ സമരത്തിൽ നിന്ന് പിന്മാറാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സൂചനാ പണിമുടക്കുമായി പോകും, പക്ഷെ അതിൽ AMMA സഹകരിക്കില്ല. ഫിലിം ചേംബർ സമരം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഫെഫ്ക സഹകരിക്കുന്നില്ല, അങ്ങനെയല്ലേ? സ്മൃതി, എന്തായാലും ജൂൺ 1 മുതലാണ് ഇപ്പോൾ സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി ഈ മാസം ഒരു സൂചനാ സമരം നടത്തണം എന്നതാണ് ഫിലിം ചേംബറിന്റെ തീരുമാനം. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇന്ന് ഫിലിം ചേംബർ യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ സിനിമാ സംഘടനകളായ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫിലിം എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ, എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ, തിയേറ്റർ സംഘടനകളായ ഫിയോക്ക്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ ഭാരവാഹികളാണ് പങ്കെടുക്കുന്നത്. യോഗം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ പ്രധാനമായും ഇത്തരത്തിൽ സൂചനാ സമരവും അതോടൊപ്പം തന്നെ അനിശ്ചിതകാല സമരവും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ചില സിനിമാ സംഘടനകൾ, പ്രത്യേകിച്ച് AMMA അതോടൊപ്പം തന്നെ ഫെഫ്ക അടക്കമുള്ളവർ ഇതിൽ ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് സിനിമാ സമരവുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് സിനിമാ മേഖലയിലെ ഭൂരിഭാഗം സംഘടനകളും ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക, അതോടൊപ്പം തന്നെ സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കേണ്ട ആവശ്യങ്ങൾ അത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട. ഇത് സംബന്ധിച്ച ഇന്ന് തന്നെ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ സൂചനാ സമരത്തിന്റെ തീയതി ഇന്ന് നിശ്ചയിക്കാനാണ് സാധ്യത. അത്തരത്തിലൊരു സൂചനാ സമരം വേണോ, അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഏത് ദിവസം നടത്തണം എന്ന കാര്യമായിരിക്കും ഇന്ന് പ്രധാനമായും തീരുമാനിക്കുക. സ്മൃതി.